എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പരിപ്പ് കഴുകി വൃത്തിയാക്കി ഞാൻ മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കഷ്ണങ്ങളിടാം. കഷ്ണങ്ങൾ എന്ന് പറയുന്നത് വെണ്ടക്കായ, വഴുതനങ്ങ, ക്യാരറ്റ്, പിന്നെ മുരിങ്ങക്കായ, ഉരുളൻകിഴങ്ങ്, അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടു, പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തു. വെന്ത് വന്നിട്ട് ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള സാമ്പാറാണ് കേട്ടോ, വളരെ ടേസ്റ്റിയാണിത്. ഇനി നമുക്ക് മൂടിയിട്ടിട്ട് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 5-6 ഉള്ളി, വലിയ ഉള്ളിയാണ്. അപ്പോൾ അത് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 5-8 വെളുത്തുള്ളി, വേപ്പില, അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഉഴുന്നും പരിപ്പാണ് ഇടുന്നത്. 1 സ്പൂൺ ഉഴുന്നും പരിപ്പ്, ഉലുവ 1 സ്പൂണ്, അതുപോലെ നാളികേരം കൂടി ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒരു നുള്ളു ജീരകം അതിൻ്റെ ഒപ്പം ഇട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ട് വറുത്ത് ഒരു ഇതാകുമ്പോഴാണ് പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ചേർക്കുന്നത്. അതിലേക്ക് ഞാനൊരു 10-12 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. മല്ലി എൻ്റെ കയ്യിൽ മുഴുവൻ മല്ലി ഇല്ലാത്ത കാരണം അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ അത് വേവിക്കുമ്പോൾ ഇടേണ്ടതായിരുന്നു. ഞാനതിപ്പോഴാണ് ഇട്ട് കൊടുത്തത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഈ വറക്കണയിലേക്ക് ഇട്ടു. നമ്മളപ്പോൾ ആ കഷ്ണം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇടായിരുന്നു. അപ്പോൾ ഇതിൽ കായം ഇട്ടിട്ടുണ്ട് 1 സ്പൂണോളം. കായത്തിൻ്റെ മണത്തിന് മുന്നിൽ നിൽക്കുന്നത് നല്ലതാണ് സാമ്പാറിന്. അപ്പോൾ അത് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തണുത്ത് വന്നപ്പോൾ ഞാനത് അരയ്ക്കാനെടുത്തു. അപ്പോൾ അതിലൊരു കുറച്ച് പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി സോക്ക് ചെയ്ത് വെച്ചത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിക്കാനെടുക്കുമ്പോൾ അതങ്ങനെ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു ചട്ടി വെച്ചിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോൾ ഒരു നുള്ളി ജീരകം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ വറ്റൽമുളകും വേപ്പിലയും ഇട്ട് വറുത്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. അത്ര പ്രയാസമില്ല. നമുക്ക് കുറേ പാടൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഒരു നുള്ളി ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിയാൽ നമുക്ക് അതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സാമ്പാർ ഒഴിച്ച് കൊടുക്കാം. സാമ്പാർ ഒഴിച്ചതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച വറുത്തരച്ച നമുക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ അതിൽ മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് കലക്കിയിട്ട് അതിലൊഴിച്ച് കൊടുക്കാം. അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കട്ടയായിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അപ്പോൾ നല്ല അത്യാവശ്യം വല്ലാണ്ട് കുറുതായതല്ല കേട്ടോ, അത്യാവശ്യം കുറുതായൊരു സാമ്പാറാണ്. അല്ലാണ്ട് വെള്ളം പോലെയല്ല. വളരെ ഒരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മല്ലിയിലേക്ക് ഇല്ലെങ്കിൽ ഒരു സ്വല്പം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്ത കാരണം ഞാൻ ഇട്ടിട്ടില്ല. ഇതാണ് നമ്മൾ ആക്കി വെച്ച സാമ്പാർ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. വല്ലാണ്ട് കുറുതായിട്ടില്ല, എന്നാൽ അത്യാവശ്യം
കട്ടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട്